ഒരുപാട് ലാംഗ്വേജസ് അറിയാൻ തോന്നുന്നു അഭിരാമിക്ക്. ഹാൻഡിൽ 6 ലാംഗ്വേജസ്. 6 ലാംഗ്വേജ് ഏതൊക്കെയാണത്? സൗത്ത് ഇന്ത്യൻ എല്ലാം, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. അറബി? അയ്യോ, അറബി ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, അതൊന്നും എനിക്കറിയില്ല. ശരി, എന്തായാലും അറബി പഠിപ്പിക്കാനായിട്ട് ഒരാൾ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് ശരി. അതെ, എനിക്ക് ലാംഗ്വേജസ് പഠിക്കുന്ന ഇഷ്ടമാണ്. പണ്ട് മുതലേ ആ ഒരു ഇഷ്ടമുണ്ട്. ഉണ്ട്. നമുക്ക് എന്താ, പണ്ട് ലാലേട്ടൻ പറഞ്ഞതുപോലെ ഭാഷകൾ പഠിക്കാൻ ഇഷ്ടമുള്ള ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഭാഷ പഠിപ്പിക്കാനായി ഞാൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ആളെ വിളിച്ചിരുത്തിയിട്ട് നമുക്ക് ഭാഷയും പഠിക്കാം, പാട്ടും കേൾക്കാം. അതാണ് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഹൈഫ ഷാജഹാൻ. സോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഞാൻ വലിയ കാര്യത്തില് അറബി ഭാഷയൊക്കെ പഠിപ്പിക്കുന്നു പറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഭാഷയൊക്കെ അറിയാലോ അല്ലേ? ഞാൻ മെയിനായിട്ടും പാടുകയാണ് ചെയ്യുക. പല ലാംഗ്വേജിലും പാട്ട് പാടും. ഏതൊക്കെ ലാംഗ്വേജിലാണ്? ഞാൻ സാധാ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കൊറിയൻ. ശരി. ഇപ്പോഴൊരു വേവ് ആണല്ലോ കൊറിയൻ. അതെ, പിന്നെ അറബി സോങ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെയല്ല, അറബിക് സോങ്ങില് വൈറലായ ഒരു സിംഗറാണ്. ഫേസ്ബുക്കിൽ എത്ര 1.5 മില്യൺ. അത് ശരി, കൊള്ളാലോ. ഏകദേശം എത്ര അറബി സോങ്സ് ഇപ്പൊ പാടിയിട്ടുണ്ടാവും ഈ ഒരു കാലഘട്ടത്തില്? about 80 songs അറിയാം. 80 സോങ്സ് വരെ പാടിയിട്ടുണ്ട്. നമുക്ക് അറബി പാട്ട് എന്ന് പറയുമ്പോ പെട്ടെന്ന് ചില പാട്ടുകളൊക്കെ മനസ്സിലായി, ഹബീബി എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട്, അങ്ങനത്തെ ചില പാട്ടുകൾ, നാരി നാരി, അതൊക്കെ ഓർമ്മയുണ്ട്. സോ ഈ അറബി പാട്ടുകൾ പഠിക്കാനും അല്ലെങ്കിൽ പാടാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ഇൻസ്പിറേഷൻ? ഞാൻ എൻ്റെ 13 years വരെ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. അവിടെ ആയിരുന്നു സ്കൂളിങ്. അപ്പോൾ അവിടെ പണ്ടുതൊട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണമെന്ന്. പിന്നെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ. അറബി സംസാരിക്കാനും അറിയോ? അറബി അത്രയും നാൾ അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കെയ്ഫൽ ഹാൽ. അപ്പൊ നമ്മൾ പറയും തമാം അൽഹംദുലില്ലാ, സുഖാണ്, ഗുഡ്. ഇനി എനിക്കറിയുന്ന ഒരു അറബി ഉണ്ട്, മലമ പിത്ത പിത്താസ് മലമ പിത്ത. അത് അറബിയാണോ? അതെനിക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല. അതിനകത്ത് കാണിക്കുന്ന അറബി കുത്തുന്നാണല്ലോ, പക്ഷെ ഈ വരി കേട്ടിട്ട് അത് അറബിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ആയിരിക്കും. മാഫി മുഷ്കിൽ, അത് കേട്ടിട്ട് ബിജു മേനോൻ ചേട്ടൻ എപ്പോഴും പ്രോബ്ലം ഇല്ല. അതെന്താണ്? പ്രോബ്ലം ഇല്ല, എല്ലാം ഓക്കെ ആണ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് അപകടത്തിൽ അടി കിട്ടാൻ എടുക്കുക മാഫി മുഷ്കിൽ. ശരി, അപ്പൊ ഇനി വേറെ എന്തൊക്കെയാണ്? അപ്പൊ ദേശീയ അവാർഡ് കിട്ടി എന്നൊക്കെ ഉള്ളൊരു ന്യൂസ് ഞാൻ കേട്ടു. അതെന്തൊക്കെയാണ് അതിന്റെ സംഭവങ്ങൾ? അത് ബാംഗ്ലൂരിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിഫ് യങ് ആർട്ടിസ്റ്റ് ഫൗണ്ടേഷൻ. അപ്പൊ അവര് നാഷണൽ ലെവലിൽ നടത്തുന്ന ഒരു സിംഗിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഫൈനലിസ്റ്റ് ആവാൻ പറ്റി എനിക്ക്. അപ്പൊ അവിടെ പാടാൻ പറ്റി. അവിടെ സ്വന്തമായിട്ട് നമ്മൾ പാട്ടൊക്കെ കമ്പോസ് ചെയ്യണമായിരുന്നു. കമ്പോസ് ഒക്കെ ചെയ്തോ? ചെറിയ ഒരെണ്ണം ആദ്യമായിട്ട്. പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കലായിട്ട്? ഞാൻ 6th year തൊട്ട് പഠിക്കുവാണ് കർണാട്ടിക്. അത് എനിക്കൊരു ഡൗട്ട്, ഈ കർണാട്ടിക് നമ്മുടെ സ്റ്റൈലിലുള്ള സിംഗിങ്ങും ഈ അറബി പാടുമ്പോഴത്തേക്കും ഈ തൊണ്ടയുടെ ഒരു കിടന്ന് വിറയലുണ്ടല്ലോ, അതെങ്ങനെ? ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ്? അത് എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഭയങ്കര സീരിയസ് ആയിട്ട് താത്ത് അവലോകനം ചെയ്തിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ കർണാട്ടിക് ബേസ് ആയിട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ജോണറസും നമുക്ക് പാടാൻ പറ്റും. അതെന്ന് വെച്ചാൽ അറബിക്കിൽ ചില നോട്ട്സ് ഉണ്ട്, അതിൽ നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള പാട്ടുകൾ എല്ലാം ഏകദേശം ആ ഒരു രീതി ക്രാക്ക് ചെയ്യണം, നോട്ട് ക്രാക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് സിമ്പിൾ ആണ്. കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടൊക്കെ ക്രാക്ക് ചെയ്താൽ മതി. നമുക്ക് കൊറിയൻ സോങ് ഒന്ന് കേട്ടാലോ? എന്നൊരു കൊറിയൻ പാട്ടായിക്കോട്ടെ. ഈ റെഡ് കാർപ്പറ്റിന്റെ ഇത്രയും എപ്പിസോഡ്സിൽ ഒരാളും കൊറിയൻ പാട്ട് പാടിയിട്ടില്ല. നമുക്കൊരു കൊറിയൻ പാട്ട് വളരെ അത്യാവശ്യമാണ്. റെഡി? 익숙해지면 안 되는데 그게 더 익숙해 나지막이 들리는 이 에어컨 소리 이거라도 없으면 나 정말 무너질 것 같아 함께 웃고 함께 울고 이 단순한 감정들이 내겐 전부였나 봐 언제쯤일까 다시 그댈 마주한다면
फसाया. ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അർത്ഥം നിരാശയുള്ള പാട്ടാണ്. നിരാശ. ഓ, അല്ല പക്ഷെ അതിലൊരു ഫീൽ ഫീൽ ഉണ്ടായിരുന്നു. അതെ അതെ, അതിനകത്ത്. ശരി. ഇനി വേറെ എന്തെങ്കിലും ലാംഗ്വേജ് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടോ? കുട്ടിയുടെ ഹിന്ദി ഉണ്ട്, മറാഠി ഉണ്ട്. ഏതൊക്കെയാ പാടുന്നത്? മറാഠി മറാഠി ഉണ്ട്. മറാഠി കേട്ടാലോ? മറാഠി കേൾക്കാം. ആ, പോരട്ടെ പോരട്ടെ. इसला कशाना सखे सजना सांग लुक लुकणारा देवा बनवा जिभ्यारी धुम सलराया जी रात भर आता नवा धार नट खट अव खै तोऱ्याची तरणी ताठी नखऱ्याची अशी लचकत मुरडत सुलभत आले मी नाजुक छम छम घुंगराची बाण नजर तला घेऊनी अवतरली सुंदरा चंद्रा रात रंगीरती रंगुनी साज शिनगार हालेउनी सूर तालात मी रंगुनी आले तारांगणी चंद्रा. നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അതായത് വോയിസ് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം അതിനെ കുറിച്ച് പറഞ്ഞില്ല, പക്ഷെ ഗംഭീരമായിട്ടുള്ളൊരു വോയിസ് കിട്ടിയിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ. ശരി, കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അച്ഛൻ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? എൻ്റെ ഫാദർ. അപ്പൊ അദ്ദേഹത്തെ തന്നെ ആദ്യം പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് ഷാജഹാൻ. ഷാജഹാൻ. ഷാജഹാൻ എന്ന് മാത്രമേ ഉള്ളൂ? ഷാജഹാൻ അബ്ദുൽ അസീസ്. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ എബ്രോഡായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ബിസിനസ്സും കൺസ്ട്രക്ഷൻ ബിസിനസ്സായിട്ട് പോകുന്നു. ആരുടെ ടാലന്റാണ് മോക്ക് കിട്ടിയിരിക്കുന്നത്? അച്ഛനാണോ അമ്മയാണോ? അല്ല, അവിടെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ എപ്പോഴും FM ഇങ്ങനെ അറബി പാട്ടുകൾ കേട്ട് അപ്പൊ ഇപ്പൊ കൂടെ എല്ലാ സപ്പോർട്ടായിട്ട് അച്ഛൻ ഇങ്ങനെ എനിക്ക് തോന്നുന്നൊരു അവളുടെ ആഗ്രഹം തന്നെ ഒരു അറബിക് സിംഗറായിട്ട് അറിയപ്പെടുന്നു. അപ്പൊ എന്തായാലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ട്. അപ്പൊ ഇനി ഒന്നും പേടിക്കണ്ട, ആഗ്രഹം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഇനി ഇതാരാണ്? ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. ഫാമിലി ഫ്രണ്ടാണ്. ചേട്ടന്റെ പേര്? എൻ്റെ പേര് ജോർജ് കുട്ടി മാക്കളം. ആ, കുളത്തുപ്പുഴയാണ് സ്ഥലം. അടിപൊളി. എന്തായാലും വന്നതിൽ സന്തോഷം. ഇനി ഇതെന്റെ പപ്പാടെ ബ്രദറാണ്. ഓക്കെ, ഷാജഹാൻ ചേട്ടന്റെ ബ്രദറാണ്. സ്വന്തം പേര്? പേര് ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. ടീച്ചറാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പളാണ്. ഓ, താങ്ക് യു സാർ. സാർ വരെ കണ്ടാൽ നമുക്ക് പിന്നെ ചോദ്യമൊന്നും വരില്ല. അല്ല, കണ്ടിട്ട് ഇത്ര പാവമായിട്ടുള്ള പ്രിൻസിപ്പൾ ആയിട്ട് തോന്നുന്ന പിള്ളേരൊക്കെ നമ്മള് കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ വിടുമ്പോൾ നമ്മൾ വളരെ പൊളൈറ്റായിട്ടും അവരെ അറിഞ്ഞു അവരെ കൂടെ നിന്ന് അവരെ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ടാലൻസ് മനസ്സിലാക്കി അവരെ വർദ്ധിപ്പിക്കാൻ എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ ആ ഒരു അപ്രോച്ചാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നല്ലൊരു പ്രിൻസിപ്പൾ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എല്ലാവരെയും മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. സന്തോഷം.